ഞാനിന്ന് മാഗി ക്യൂബൊക്കെ എടുത്ത് ചിക്കൻ മന്തി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പം ഞാൻ ഗരം മസാല ഉണ്ടാക്കിയ ബോട്ടിൽ കണ്ടിട്ട് FB ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓല അടുത്ത കടയിൽ 30 രൂപക്കാണ് ഇത് വാങ്ങാൻ കിട്ടുക, കുറച്ചും കൂടി നല്ല ബോട്ടിൽ വാങ്ങിക്കൂടെ എന്ന്. അപ്പം എൻ്റെ അടുത്ത് നല്ല ബോട്ടിലും ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ബോട്ടിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മീഷോന്ന് കോംബോ ഓഫറിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ആ ബോട്ടിൽ ഇപ്പം 5-6 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത്. അതിൻ്റെ കൂടെ നല്ല ഐറ്റംസും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ 2 പൊട്ടി, പക്ഷെ അതൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ജീരകം അന്ന് ഗരം മസാല ഉണ്ടാക്കിയപ്പോൾ തീർന്നത്, ഇനി പുതിയ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഞാൻ ബോട്ടിലേക്ക് ആക്കുകയാണ്. കണ്ടോ, ഇതൊക്കെ ഈ ജീരകമൊക്കെ ഇട്ടൊക്കെ ഉഷാറാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. അപ്പോൾ കുരുമുളക് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കുരുമുളകും പൊടി പൊടിച്ചിട്ടോ, എന്നിട്ട് അതേപോലെ ബോട്ടിലാക്കി വെക്കുകയാണ്. കണ്ടോ എന്ത് ഉഷാറ് അതിലിങ്ങനെ വെക്കാൻ. അതിൻ്റെ ക്യാപ്പ് തുരുമ്പ് പിടിക്കുന്നതാണ് കേട്ടോ പറയുന്നത്. പക്ഷെ തുരുമ്പ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് കളയാതെ കണ്ടോ. എൻ്റെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെക്കുന്ന ബോട്ടിൽ കെച്ചപ്പിൻ്റെ ബോട്ടിലാണ് കേട്ടോ. പിന്നെ എൻ്റെ മെഷർമെൻറ്റ് കപ്പ് കണ്ടോ, പ്ലാസ്റ്റിക് ആണ്, അതുപോലും ഞാൻ മാറ്റിയിട്ടില്ല. പിന്നെ ഗ്യാസ് ലൈറ്റർ പുതിയത് വാങ്ങിച്ചു കേട്ടോ. ഗ്യാസ് ലൈറ്റർ ഇല്ലാത്ത വീടൊന്നും കമൻറ്റ് ഉണ്ടീനു FBയിൽ. സത്യമാണ്, ഞങ്ങളുടെ വീട്ടിൽ ഗ്യാസ് ലൈറ്റർ ഇല്ല. ഗ്യാസ് ലൈറ്റർ കംപ്ലൈൻറ്റ് ആയപ്പോഴാണ് കേട്ടോ ലൈറ്ററൊക്കെ വീട്ടിൽ ആവശ്യമാണെന്ന് എനിക്കും മനസ്സിലായത്. എന്നാലും ഇനിയിപ്പോൾ ഗ്യാസ് ലൈറ്റർ ഒന്നും വാങ്ങി വെക്കുമെന്ന് തോന്നണില്ല കേട്ടോ, അതങ്ങനെ ശീലമായി. ഇന്നലെ എന്നുമായിട്ട് റിഷുവിന് ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിനിടയിൽ ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ ആൾ കടന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കാൻ കേട്ടോ. ഓനും എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടല്ലേ. 2 ദിവസമായിട്ട് വെജിറ്റേറിയൻ ഊണായിരുന്നു കേട്ടോ. അപ്പോൾ റിഷു ഇന്നലെ പറയാം മന്തി വേണമെന്ന്, അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് മന്തി ഉണ്ടാക്കുന്നത്. റിഷുവിന് മന്തി ആണെങ്കിൽ അതിലേക്ക് മയോണൈസും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓന് വേണ്ടിയിട്ട് മാത്രം മയോണൈസ് ഉണ്ടാക്കുക. അപ്പോൾ ഓയിൽ കുറച്ച് കമ്മിയാണ് കേട്ടോ, അതുകൊണ്ട് അത്രയ്ക്ക് തിക്കായിട്ടില്ല. ബോട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ പാക്കറ്റ് പൊട്ടിക്കണോ വേണ്ടതെന്ന് ആലോചിച്ച് ഇനിയിപ്പോൾ ഏതായാലും പൊട്ടിച്ചിട്ട് ബോട്ടിലേക്ക് ആക്കാം. മയോണൈസ് ഇനിയിപ്പോൾ അങ്ങനെ തന്നെ മതി എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കിച്ചണിലെ റാക്കൊക്കെ തുടച്ച് ക്ലീനാക്കി ചെയറൊക്കെ റാക്കുമ്പോൾ കയറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നല്ല ദാഹം, കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ഇന്ന് കാര്യമായിട്ട് മഴയൊന്നുമില്ല കേട്ടോ, വെയിലാണ്, അതുകൊണ്ടൊരു സമാധാനം ഉണ്ട്. എൻ്റെ മുഖം ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നത് റിംഗ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ റിംഗ് ലൈറ്റും അതുപോലെ ഞാൻ ട്രൈപ്പോഡൊക്കെ ടേബിളുമേ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലോർ വാക്കാൻ്റെ മോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്കോ വാക്കിനെ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കിച്ചണിൽ എത്തിയിട്ടുണ്ട്, അതാണ് അതൊക്കെ എടുത്ത് വെച്ചത്. അപ്പൊ ഞാൻ കിച്ചൺ റോബോട്ടിന് വിട്ടുകൊടുത്തിട്ടോ, ഇനി ഞാൻ അവിടെ ക്ലീൻ ചെയ്തോട്ടെ. അപ്പോൾ വർക്ക് ഏരിയയിൽ വന്ന് നോക്കുമ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട്, അത് ഞാൻ ഡിഷ് വാഷറിലേക്ക് വെക്കുകയാണ് കേട്ടോ. രാവിലത്തതും ഉണ്ട്, ഇനി ഇപ്പോഴത്തതും വെച്ചിട്ട് രാത്രിക്കത്തതും കൂടി കഴിഞ്ഞിട്ട് ഒന്നിച്ചിട്ടാണ് കേട്ടോ വാഷ് ചെയ്യുക. അപ്പോഴാണ് ഒരു ലോഡ് ഫുള്ളാവുള്ളൂ. എന്താണെങ്കിലും കുറച്ച് പാത്രങ്ങൾ നീക്ക് കഴുകാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് കഴുകി വെക്കുകയാണ്. പിന്നെ സിങ്കും ഗ്യാസ് സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇനി ഫ്ലോർ ഒന്ന് അടിച്ചു വാരി തുടക്കണം കേട്ടോ. വർക്ക് ഏരിയ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്, ആകെ ഒരു ഇട്ടാവട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് റോബോട്ടിനെ അങ്ങോട്ട് വിടാറില്ല കേട്ടോ. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. സമാധാനമായി, മഴ ഒന്ന് കുറഞ്ഞല്ലോ. അപ്പം ഇനിയിപ്പോൾ നാളെ എന്താണെങ്കിലും സ്കൂളൊക്കെ ഉണ്ടാവും. അതിനിടയിൽ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്.